ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയനയും ആദർശും ഗോവിന്ദൻ്റെയും കനകയുടെയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഗോവിന്ദൻ വാതിക്കലിരിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ വിളിച്ച് പറയും, ദേ അവർ വന്നു കേട്ടോ എന്ന്. അപ്പം കനകയും നന്ദുവും ഇറങ്ങി വരും. കനക പറയുന്നുണ്ട്, മോളെ ഒരുപാട് സന്തോഷമായി. നിങ്ങൾ കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നെങ്കിലും അത്രയും ദിവസം കഴിക്കാനുള്ള പലഹാരങ്ങളും സമ്മതിപ്പൊടിയും അച്ചാറും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായില്ലേന്ന് ആദർശ് ചോദിക്കും. എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നന്ദൂട്ടനും ഉണ്ടായിരുന്നല്ലോ സഹായിക്കാൻ. ഇതുപോലെ ആദ്യമായിട്ടാണ് നന്ദൂട്ടൻ അമ്മയെ സഹായിക്കുന്നത്. അത് പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ജീവിതത്തിൽ ഇതുപോലുള്ള യാത്രകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് പോകുമ്പം എന്തെങ്കിലും കാര്യമായിട്ട് തന്നു വിടണ്ടേ? അതുകൊണ്ടാണ് ഞാൻ സഹായിച്ചെന്ന് നന്ദു പറയും. കനക എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നു, ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കാര്യമായിട്ട് വല്ലതൊക്കെ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന്. നിനക്ക് കുറച്ച് കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് വരാമെന്ന് നയന പറയും. നന്ദു പോരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഏയ് ഞാനില്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവോടെ ഹണിമൂൺ പോകുമ്പോൾ ഞാൻ എന്തിനാണ് കൂടെ വരുന്നതെന്ന് ചോദിക്കും. എന്നാൽ ഈ പ്രാവശ്യം ഇങ്ങനെ പോകട്ടെ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് ആദർശ് പറയും. അത് കേൾക്കുന്ന കനക പറയും, വേണ്ട മോനെ, ഇപ്പോൾ നിങ്ങൾ തന്നെ പോകുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുണ്ടായില്ല, പിന്നെ എന്തിനാ ഞങ്ങളുടെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒന്നും വേണ്ടാന്ന് പറയും. അത് പിന്നെ അമ്മയുടെ ആഗ്രഹം മാത്രം നോക്കി ജീവിച്ചാൽ ദൈവങ്ങൾ എന്നോട് പൊറുക്കില്ല എന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ കമ്പനിക്ക് കോടികളുടെ ബിസിനസ്സാണ് ഇവൾ ഉണ്ടാക്കി തരുന്നത്. അതിൽ നിന്നൊരു ചെറിയ വീതം ഞങ്ങളുടെ രണ്ടുപേരുടെയും യാത്രകൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ മോനെ, യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കണം. ഞങ്ങൾക്ക് മാത്രമല്ല, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹവും അതുതന്നെയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ എന്ന് പറയും. എന്നാൽ മോൻ ഇരിക്കും കേട്ടോ, മോള് വാ, മോൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞ് കനക നയനയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകും. അപ്പോൾ ഗോവിന്ദൻ ആദർശിനോട് പറയുന്നുണ്ട്, എനിക്ക് നവ്യമോളെ ഓർത്താ സങ്കടം. നയനമോളെക്കുറിച്ച് എനിക്ക് പണ്ടും സങ്കടമില്ല, ഇപ്പോഴും സങ്കടമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും കനകയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ ആശ്വസിപ്പിക്കും, മോൻ എൻ്റെ മോളെ നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു കാലം വരുമെന്ന്. അതിപ്പോഴുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി അച്ഛാ, ഇപ്പോഴെനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ടെന്ന്. അത് കേൾക്കുന്ന ഗോവിന്ദനും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് അനാമിക സിറ്റൗട്ടിലിരിക്കുമ്പോൾ അവളുടെ അമ്മ വന്ന് കാറിൽ ഇറങ്ങുന്നതാണ്. അമ്മയെന്ന് പറഞ്ഞ് അവളെ ഓടി ചെല്ലുന്നുണ്ട്. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയും, ഇവിടെ ഉള്ള ഒരുത്തി ഭയങ്കര സന്തോഷത്തിലാണ്, അവൾ ഹണിമൂണ് പോകുന്നതിന് വേണ്ടി. അതുകൊണ്ട് അതെങ്ങനെയും അമ്മയൊന്ന് തല്ലിക്കെടുത്തി തരണം, ഞങ്ങൾക്കില്ലാത്തത് അവൾക്ക് വേണ്ടെന്ന് പറയും. ഞാൻ അതിനു വേണ്ടിയല്ലേ മോളെ വന്നത്. നമ്മൾ ഇന്ന് അതെങ്ങനെയും തകർത്തിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല, അവർ തമ്മിൽ ഇപ്പോഴും ചെറിയ അകലമൊക്കെ ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി ആ കിളവനും കിളവിയും കൂടെ കൊടുത്ത ഉപദേശമായിരിക്കും ഈ ഹണിമൂണ്. അതാ പറഞ്ഞ മോളെ, ആ കിളവനെയും കിളവിയെയും മുകളിലോട്ടെടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തടയത്തുള്ളൂ. ഇവിടെ ഈ വീട്ടിൽ എല്ലാവർക്കും തന്നെ ആ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി സ്നേഹക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ അതിവിടുത്തെ അപ്പച്ചിക്ക് മാത്രമേ ഉള്ളൂ. വല്യമ്മയാണെങ്കിലും നയനയോട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും റെസ്പെക്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. നയന എന്നോട് നല്ല രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്, അവൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണെന്നും പറയും. അങ്ങനെ നിന്നോട് സംസാരിച്ചതിൻ്റെ കൂടുതൽ കൊണ്ടല്ലേ ആ വല്യമ്മ അവക്കിട്ട് തല്ലിയത്. അതിൻ്റെ ഒരു ദേഷ്യം അവൾക്ക് എന്നോടുണ്ട്. എന്തായാലും നമുക്കിത് മുടക്കണം. അതിനുവേണ്ടി അനിയുടെ വല്യമ്മയെ തന്നെ നമുക്ക് ചൂട് പിടിപ്പിക്കാം. വാ മോളെ എന്ന് പറഞ്ഞ് രേവതി അനാമിയെ കൊണ്ട് അകത്തേക്ക് പോകും. നന്ദുവിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിൽ ആദർശിന് നല്ല വേദനയുണ്ട്. അതുപോലെ തന്നെ നന്ദുവിൻ്റെ അനിയുടെയും സ്നേഹം അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്കും അച്ഛനും അതിനേക്കാൾ വേദനയാണ്. ഇങ്ങനെയൊക്കെ ജാനകി ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അവളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് ആദർശായിരിക്കും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല, ഇനി അവളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടേണ്ടത് ഇനി മൂത്ത മരുമോൻ എന്ന രീതിയിൽ ആദർശിൻ്റെ കടമയാണല്ലോ. അതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് ദേവയാനിയും പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അനാമികയും രേവതി അങ്ങോട്ട് കയറി വരും. മോളുടെ അമ്മ വന്നോ എന്ന് ചോദിച്ച് ജാനകി സന്തോഷത്തോടെ അങ്ങ് ചെല്ലും. മോളെ കാണണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതാ ഇങ്ങനെ ഓടിയോടി വരുന്നതെന്ന് രേവതി പറയുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ഇവിടെ 3-4 ദിവസം നിന്നിട്ട് പോയാൽ പോരെയെന്ന് ജാനകി ചോദിക്കും. അതെങ്ങനെയാണ് എപ്പോഴും ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? അതുകൊണ്ടാണ് പോയിട്ട് വരുന്നതെന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ മോൾക്ക് ഭയങ്കര പരാതിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനിയും ജാനകിയും പരസ്പരം നോക്കും.
അതല്ല, ഇവിടെ ആദർശിൻ്റെയും നയനയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായതാണല്ലോ. എന്നിട്ട് അവരിപ്പം ഹണിമൂണിന് പോകാൻ തുടങ്ങുന്നു. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായുള്ളൂ. എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഹണിമൂൺ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് മോൾക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയും. ആ യാത്ര എങ്ങനെ മുടക്കാമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദേവയാനി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും രേവതിയും അനാമികയും കൂടെ പരസ്പരം നോക്കുന്നുണ്ട്. പിന്നെ ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് 41 ദിവസമൊക്കെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നും രേവതി ചോദിക്കും. അത് കേൾക്കുമ്പം ദേവയാനി പറയും, എന്തായാലും അവർ വീട്ടിൽ പോയിരിക്കുകയല്ലേ, ഇങ്ങ് വരട്ടെ, ഞാനിത് തീരുമാനത്തിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രേവതിയും അനാമികയും കൂടെ പരസ്പരം നോക്കി പ്ലാൻ നടന്നല്ലോ എന്ന രീതിയിൽ ചിരിക്കും. ആദർശ് ഗോവിന്ദനോട് പറയുന്നുണ്ട്, വളരെ കുറച്ച് ദിവസത്തെ യാത്രയുള്ള അച്ഛാന്ന്. മോനി പറഞ്ഞ സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പല്ലേ മോനെ എന്ന് ചോദിക്കും. അതെ, അതുകൊണ്ടല്ലേ നമ്മൾ അവിടെയൊക്കെ യാത്ര പോകുന്നത്. നമുക്ക് അവിടെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് അച്ഛാ, അത് കാരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ നയനയും കനകയും നന്ദുവും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. നയനയുടെ കയ്യിൽ 2 വലിയ കവറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആദർശ് പറയും, ഇത് കുറച്ച് ഏറെ ഉണ്ടല്ലോ എന്ന്. നന്ദു പറയുന്നുണ്ട്, ഇത് വന്നു കഴിഞ്ഞിട്ടും കഴിക്കാനുള്ളത്ര ഉണ്ടെന്ന്. നേരത്തെ ഞാൻ യാത്രയൊക്കെ പോകുമ്പോൾ അമ്മയും ഇളയമ്മയും കൂടെ ആയിരുന്നു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു വിടുന്നത്. ഈ പ്രാവശ്യം അവർക്കാർക്കും ഇങ്ങനെയുള്ളൊരു യാത്രയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കി തരാൻ വഴിയില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോൾ കനകയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, സാരമില്ല, എന്നാണേലും എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, അത് മതി. എന്തായാലും ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കയറിയിട്ട് മാത്രമേ വീട്ടിലേക്ക് പോകത്തുള്ളൂ കേട്ടോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ആദർശം നയനയും വന്ന് കാറിൽ കയറി അങ്ങ് പോകും. അപ്പോൾ കനക പറയുന്നുണ്ട്, നയനമോളുടെ ജീവിതം എന്തായാലും രക്ഷപ്പെട്ടു, മോൾക്ക് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടിയല്ലോ എന്ന്. ആദർശിന് നയനമോളെ വലിയ ഇഷ്ടമാണെന്ന് ആദർശമോൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവർ സ്നേഹത്തിൽ ജീവിച്ചാൽ തന്നെ നവ്യമോളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചോളും. ചേച്ചിയുടെ മനസ്സിൽ നന്മയുണ്ട്, അതുകൊണ്ടാണ് അതുപോലൊരു ആളെ തന്നെ ചേച്ചിക്ക് ജീവിത പങ്കാളിയായി കിട്ടിയത്. നന്ദു അങ്ങനെ പറയുന്നു. ആദർശം നയനയും തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് ജാനകിയും ദേവയാനിയും ആദർശിനെയൊക്കെ നോക്കിയിരിപ്പുണ്ട്. നയനയുടെ കയ്യിലിരിക്കുന്ന കവറ് കണ്ടുകൊണ്ട് ജാനകി പറയും, വലിയ കവറൊക്കെ ആയിട്ടാണല്ലോ വരുന്നെന്ന്. കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും പലഹാരങ്ങളും ഒക്കെയാണ്, എത്രയൊക്കെയാണേലും ഒരു യാത്ര പോവുമല്ലേ, ഇരിക്കട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കി തന്നു വിട്ടതാന്ന് പറയും. അതൊന്നും ദേവയാനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ദേവയാനി പറയും, പിന്നൊരു കാര്യം, ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. മുത്തശ്ശൻ അസുഖം ഉണ്ടായ സമയത്ത് നേർന്നതാ, നീ ശബരിമലയ്ക്ക് പോകണമെന്ന്. അതിനെന്താ, നല്ലതല്ലേ അമ്മേ എന്ന് ആദർശ് പറയും. എന്തായാലും ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന ഉടനെ തന്നെ മാല ഇട്ടേക്കാന്ന് പറയും. അന്നേരത്തേന് ജാനകി ദേവയാനിക്കിട്ടൊന്ന് നോക്കുന്നുണ്ട്. ഉടനെ ദേവയാനി പറയും, അങ്ങനെയൊന്നുമല്ല, നാളെ രാവിലെ തന്നെ മാല ഇടണമെന്ന്. നാളെയോ എന്ന് ആദർശ് ചോദിക്കും. അതിനെന്താ, നാളെ തന്നെ മാലയിടണം. നിനക്ക് നിൻ്റെ മുത്തശ്ശനോട് സ്നേഹമുണ്ടെങ്കിൽ നാളെ തന്നെ നീ മാലയിടും. നിന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഏറ്റവും ഇഷ്ടം. അപ്പം നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ഇത് നല്ല കാര്യമല്ലേ ആദർശേട്ടാ, മുത്തശ്ശന് വേണ്ടി അമ്മ നേർന്നതല്ലേ, അപ്പോൾ ആ നേർച്ച നടത്തേണ്ടത് നമ്മുടെ കടമയല്ലേ, അതുകൊണ്ട് ആദർശേട്ടൻ പോയി നാളെ തന്നെ മാലയിടണമെന്ന്. ഇതൊക്കെ അനാമിക പാത്തു നിന്ന് കേൾക്കുന്നൊക്കെ ഉണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടമ്മയെന്ന് ആദർശ് പറയും. അതിനർത്ഥം നിനക്ക് താല്പര്യമില്ലെന്നല്ലേ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അവൻ നാളെ തന്നെ മാല ഇട്ടോളും, അവനെക്കൊണ്ട് 41 ദിവസം ഞാൻ വ്രതം എടുപ്പിച്ചോളാമെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ആദർശം നയനയും പോയ ഉടനെ അനാമിക അങ്ങോട്ട് വരും. മോളെ നീ ഇരിക്കുമെന്ന് പറഞ്ഞ് ദേവയാനി അനാമികയെ അടുത്ത് പിടിച്ചിരുത്തും. എന്നിട്ട് പറയും, നിനക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഹണിമൂണും അങ്ങനെ നടത്തണ്ട, ഇവിടെ ഹണിമൂണും യാത്രയൊക്കെ പോകാനുള്ള യോഗ്യത മോക്ക് മാത്രമേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവനെ 41 ദിവസം കഠിന വ്രതം എടുപ്പിച്ച് തന്നെ ഈ പ്രാവശ്യം മല കയറ്റും, നീ നോക്കിക്കോ എന്ന് ദേവയാനി അനാമികയ്ക്ക് വാക്ക് കൊടുക്കണം. ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മുറിയിലേക്ക് ചെല്ലുമ്പോൾ നയനയോട് ആദർശ് പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം അമ്മ ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയല്ലേ, നമ്മളുടെ ഈ ട്രിപ്പ് മുടങ്ങാൻ വേണ്ടി തന്നെ അമ്മ ചെയ്തതാന്ന് പറയും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആദർശേട്ടാ, എന്തായാലും മുത്തശ്ശന് വേണ്ടിയല്ലേ മല ചവിട്ടുന്നത് നല്ല കാര്യമാണ്. എന്നാലും ഞാൻ നേരത്തെയൊക്കെ മല ചവിട്ടാറുണ്ട്, അത് കൂടിപ്പോയാൽ 10 ദിവസത്തെ നോയമ്പൊക്കെ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ ഇത് അമ്മ 41 ദിവസം എന്ന് പറഞ്ഞത് തന്നെ നമ്മളുടെ ഈ ട്രിപ്പ് മുടങ്ങാൻ തന്നെയാണ്.
നിനക്കിതിൽ സങ്കടമൊന്നുമില്ലേ നയനെന്ന് ചോദിക്കും. നയന പറയും, എനിക്കെന്തിനാ സങ്കടം, എന്നാലും ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് കാരണമല്ലേ അമ്മ ഇങ്ങനെ ഒരു നോയമ്പിൻ്റെ കാര്യവും പറഞ്ഞു വന്നത്. സാരമില്ല ആദർശേട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ് നയന നിൽക്കുമ്പോൾ ആദർശ് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. നയനയെന്ന് പറഞ്ഞ് ദേവയാനി അലർന്നുണ്ട്. ദേവയാനിയുടെ ഒച്ച കേട്ട് ആദർശും നയനയും പെട്ടെന്ന് അകന്നു മാറുന്നു. ദേഷ്യത്തോടെ ദേവയാനി നയനോട് ചോദിക്കും, നാളെ ഇവൻ മലയ്ക്ക് പോവുമല്ലേ, അപ്പം നീ എന്തിനാ ഇത്ര ആവേശം കാണിക്കുന്നതെന്ന്. പണ്ടൊക്കെ എല്ലാവരും മലയ്ക്ക് പോകുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി തന്നെ പർണശാല കിട്ടുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വേണം നിങ്ങളും. അതുകൊണ്ട് ഇനി മുതൽ ഇവൾ നിൻ്റെ മുറിയിൽ കിടക്കണ്ട, 41 ദിവസവും നീ ഒറ്റയ്ക്ക് ഈ മുറി കിടന്നാൽ മതി എന്ന് പറയും. അപ്പോഴത്തേന് ആദർശ് ചോദിക്കുന്നുണ്ട്, അതിനെന്താ അമ്മേ, അവൾ നിലത്തും ഞാൻ കട്ടിലേലും കിടന്നോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇനി അവൾ വേറെ മുറി കിടന്നാൽ മതിയെന്ന്. അപ്പം നയന പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ കിടന്നോളാമെന്ന്. അങ്ങനെ തന്നെ മതി, നാളെ രാവിലെ പോയി മാല ഇടേണ്ടതാണെന്നൊരു ഓർമ്മ വേണം. ദേവയാനി പോയി കഴിയുമ്പം നയന ആദർശിനോട് പറയും, 41 ദിവസത്തെ വ്രതമെടുത്ത് ആദർശേട്ടൻ മല ചവിട്ടി വരുമ്പോഴത്തേന് മുത്തശ്ശൻ്റെ അസുഖമൊക്കെ ഭേദമാകുമെന്ന്. ശരിയാന്ന് പറഞ്ഞ് ആദർശം ചിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവിക്ക് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് നയന കയറി ചെല്ലുന്നതാണ്. അപ്പം നവി എഴുന്നേറ്റ് വന്ന് ചോദിക്കും, എല്ലാം പായ്ക്കൊക്കെ ചെയ്തോ, റെഡിയായോ എന്നൊക്കെ. അമ്മ എന്നെ വിളിച്ചായിരുന്നു, എല്ലാ സാധനവും തന്നു വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഇവിടേക്ക് തന്നെ എടുത്തേക്കാമെന്ന്. അതെന്താണെന്ന് ചോദിക്കും. അതെന്താ കാര്യം നീ പറയാൻ പറയും. അത് ചേച്ചി ഈ ജ്യൂസ് ഒന്ന് കുടിക്ക്, എന്നിട്ട് പറയാമെന്ന് പറയും. നവ്യ ജ്യൂസ് മേടിച്ച് കൈ പിടിക്കും. അന്നേരത്തേന് നയന പറയും, അമ്മയ്ക്കൊരു നേർച്ചയുണ്ട്, മുത്തശ്ശന് അസുഖം വന്നപ്പോൾ ആദർശേട്ടനെ കൊണ്ട് മല ചവിട്ടിച്ചേക്കാവുന്നു. അതുകൊണ്ട് രാവിലെ പോയി മാല ഇടണമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ ട്രിപ്പ് മാറ്റി വെച്ചെന്ന് പറയും. അപ്പം നയനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.